നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയം ഇങ്ങനെ ആളിക്കത്തുകയാണ്. അയ്യപ്പൻ ഇട്ടുകൊടുത്ത ഒരു കൊള്ള അതിപ്പോൾ കേരളം മുഴുവനും ചർച്ചാ വിഷയം മാത്രമല്ല, തീപ്പൊരിയായിട്ട് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതിനിടയിൽ ഷാഫി പറമ്പിലിന് നേരെയുണ്ടായ ആക്രമണം അത് ഒരു വശത്ത് നിന്ന് കുറച്ചുകൂടി ഈ തീ ആളിക്കത്തുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൊള്ള, ശബരിമല വിഷയത്തിൽ ആ ഒരു കൊള്ള അവസാനിപ്പിക്കാൻ കരുതിയിരുന്ന ഭരണപക്ഷത്തിന് തെറ്റുപറ്റി. ശബരിമലയെ ഉതിർത്തുവിട്ട ആ ഒരു തീ ഇപ്പോൾ നിരവധി ക്ഷേത്രങ്ങളിലെ കള്ളത്തരങ്ങളും കൊള്ളകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആറന്മുള, ഏറ്റുമാനൂർ തുടങ്ങിയ നിരവധി ഹരിപ്പാട് ക്ഷേത്രം, നിരവധി ക്ഷേത്രങ്ങളിലെ പലവിധ കൊള്ളകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്ക് നടത്തുന്ന ഈ ഒരു അന്യായങ്ങൾ പലതും ഇപ്പോൾ പുറത്തു വരുന്നു. ഇപ്പോൾ സാധാരണ ശ്രീ അയ്യപ്പ ശബരിമലയിലേക്ക് പോകുന്ന എല്ലാവർക്കും അറിയാം, ഒരു കന്യാകുമാരി വഴി വരുന്നവരെല്ലാം കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി ഭഗവാനെ കണ്ട് അവിടേക്ക് കുറച്ചു നേരം ഇരുന്നതിന് ശേഷമാണ് തിരിച്ച് യാത്ര പുറപ്പെടുന്നത്. അത് എന്തുകൊണ്ടോ പണ്ട് മുതലേ അങ്ങനെയാണ്. അയ്യപ്പൻ്റെ അടുത്ത് സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് ഇറങ്ങി ഒന്ന് വിശ്രമിച്ച് അവിടുത്തെ നിവേദ്യമൊക്കെ കഴിച്ച് ചിലരൊക്കെ അവിടെ തന്നെയാണ് ഇത്തരത്തിൽ നിറയ്ക്കുന്നത്. അതായത് മലയ്ക്ക് ഒരു ചടങ്ങ് വരെ നടത്തി പോകുന്നത്. അത്തരത്തിലൊരു വല്ലാത്തൊരു ബന്ധമുണ്ട് ശ്രീ ഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും അയ്യപ്പനുമായിട്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, അയ്യപ്പനുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെയും കൊള്ളരുതായ്മകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ന് അറിഞ്ഞ ഒരു വാർത്ത, ഗണപതി ക്ഷേത്രം വളരെയധികം ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രം തന്നെയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഉണ്ണിയപ്പം നേർച്ച വളരെ സ്വാദുള്ള ഉണ്ണിയപ്പമാണ് അവിടുന്ന് കിട്ടുന്നത്. ഒരു വീടുകളിലോ മറ്റെങ്ങും ഉണ്ടാക്കുന്ന തരത്തിലല്ല, ഒരു പ്രത്യേക സ്വാദ് അവിടെ നിന്നുണ്ട്. പണ്ട് മുതലേ അത് പ്രസിദ്ധി ആർജിച്ചതാണ്. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രവും. ഇന്ന് അവിടെ നടന്ന ഒരു കൊള്ള ഇന്നലെ ഇന്നുമായിട്ടൊക്കെ അവിടുത്തെ ചില ലോക്കൽ മാധ്യമങ്ങളും ഇന്ന് ജനം TV ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്ന ഉണ്ണിയപ്പവും അവിടുത്തെ കരിപ്രസാദവുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദ വിതരണം എന്നുള്ളത്. ആ കരിപ്രസാദം, സാധാരണ ഈ കരിപ്രസാദം ഉണ്ടാക്കുന്ന ഗണപതി ഹോമ സമയത്ത് ആ നെയ്യിലും അതേപോലെ ചിരട്ടയിലും ഈ ദർഭപുല്ലിലും ഒക്കെ അങ്ങനെ നിരവധി കൂട്ടുകൾ ചേർത്ത് അത് ആ ഒരു ഹോമം തയ്യാറാക്കി ഹോമകുണ്ഡം എരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രസാദമാണ് കരിപ്രസാദം. അത് നെറുകയിൽ പലരും പ്രസാദമായിട്ട് തൊടാറുണ്ട്. അത് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. അത്തരത്തിൽ ഗണപതി ഹോമം നടത്തുന്ന സമയത്താണ് അത് കിട്ടുന്നത്. പക്ഷേ ഇന്ന് വളരെ വിചിത്രമായ രംഗങ്ങളാണ് ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ആ കരിപ്രസാദത്തിൽ പോലും എന്താ പറയുന്നത്, ഒരു ദേവസ്വം ബോർഡ് കലർത്തിയിരിക്കുന്ന മായം, അതാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ വളരെ വിശിഷ്ടമായിട്ടുണ്ടാക്കുന്ന ഹോമകുണ്ഡത്തിൽ നിന്നുണ്ടാക്കുന്ന ആ കരിപ്രസാദം കണ്ട ബംഗാളികൾ ഒരു ശുദ്ധിയും ഇല്ലാണ്ട് ഒരു ഇരുട്ടടച്ച ഒരു വൃത്തിഹീനമായ മുറിയിൽ, ഇന്നലെ അവിടെ നിന്ന് മാറ്റി ഇന്നിപ്പോൾ വേറെ മുറി നോക്കിയപ്പോൾ പലരുടെയും അടിവസ്ത്രങ്ങൾ വരെ കിടക്കുന്ന വൃത്തിഹീനമായ മുറിയിൽ യഥാർത്ഥ കരിപ്രസാദമല്ല, ഇത് കൃത്രിമമായി നിർമ്മിച്ച ഏതോ ഒരു കറുത്ത നിറത്തിലുള്ള പൊടി ചാലിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയാണ്. കുമ്മായം ഉൾപ്പെടെ ഉണ്ടെന്നൊക്കെ അവിടെ ആരൊക്കെ പറയുന്നത് കേട്ടു. ഇതാണ് നെറുകയിൽ തൊടുന്നത്. എന്താണ് ഈ കേരളത്തിൽ പോകുന്നത്? വിശ്വാസികൾക്ക് പോലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഈശ്വരന്മാർക്ക് പോലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ദേവസ്വം ബോർഡും ഭരണവും മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിശ്വാസികൾക്ക് മുറിവേൽക്കുന്ന തരത്തിലല്ലേ? ആ ഒരു കരിപ്രസാദം അത് വലിയ എന്നും ഗണപതി ഹോമം നടത്തും, നിരവധി പേര് നേർച്ചയായിട്ട് അവിടെ ഹോമം നടത്താറുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വിശേഷാൽ പ്രസാദം, അതും ക്ഷേത്രത്തിനകത്ത് വെച്ച് ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ അത്രയും പരിപാവനമായിട്ട് ശുദ്ധിയോടെയും ചെയ്യേണ്ടുന്ന ചന്ദനം പോലും, പല ക്ഷേത്രങ്ങളിലും ചന്ദനം പോലും അരയ്ക്കുന്നത് ആ ക്ഷേത്രത്തിനകത്ത് തന്ത്രിയോ അല്ലെങ്കിൽ കീഴ്ശാന്തിയോ, മേൽശാന്തി അല്ലെങ്കിൽ കീഴ്ശാന്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ വളരെ ശുദ്ധിയോടെ ചന്ദനം അരച്ച് അത് പ്രസാദമായിട്ട് ആദ്യം ദേവൻ്റെ മുന്നിൽ വെച്ച് അതിനുശേഷം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ആ പ്രസാദം പോലും ഇത്രയും മലീനസമാക്കുന്ന തരത്തിൽ ദേവസ്വം ബോർഡ് ഈ വിശ്വാസത്തെയും ഈശ്വരനെയും അല്ലെങ്കിൽ ഹിന്ദു മതത്തെയും മാറ്റി എന്നുള്ളതാണ് അതിശയോക്തി. നിരീശ്വരമായിട്ടുള്ള വ്യക്തികൾ ദേവസ്വം ബോർഡിൽ ഉള്ളതുകൊണ്ടാണോ?
യുക്തിവാദികളായിട്ടുള്ള വ്യക്തികൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് കൊണ്ടാണോ? എവിടെയാണ് ഈ ഭരണകൂടത്തിന് തെറ്റുപറ്റിയത്? ദേവസ്വം ബോർഡിൻ്റെ കൈകളിൽ ക്ഷേത്രങ്ങൾ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോഴും എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ കൊള്ളകൾ, കള്ളത്തരങ്ങൾ, മോഷണങ്ങൾ, സ്വർണ്ണ മോഷണങ്ങൾ ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ശുദ്ധിയോടെയും വിശുദ്ധിയോടെയും ഒക്കെ ചെയ്യേണ്ടുന്ന ഓരോ കർമ്മങ്ങളും മലീനസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങളിലും ഉള്ള മാറ്റങ്ങൾ, പല ആചാരങ്ങളും ശുദ്ധിയോടെ ചെയ്യേണ്ടുന്ന ദേവനൊക്കെ സമർപ്പിക്കുന്ന ചില നിറപറയൊക്കെ നേരത്തെ ഞാൻ ചില ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. ദേവന് സമർപ്പിക്കുന്ന നിറപറ എന്ന് പറയുന്ന ഇതുണ്ട് ഉത്സവകാലങ്ങളിലൊക്കെ. അതുപോലും ഒരു തവണ സമർപ്പിക്കുന്ന ഒരു ഭക്തൻ അതിൻ്റെ പണം കൊടുക്കുന്നു, വീണ്ടും അതേ നിറപറ തന്നെ വീണ്ടും ദേവൻ ഭക്ഷിക്കേണ്ടത്, അതായത് ദേവന് കൊടുക്കുന്നതാണ്, നിവേദ്യമാണ്, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഓരോരുത്തരും പുത്തരിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെല്ലൊക്കെ കൊണ്ടുവന്ന് ദേവന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് പണമായിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നു. എന്തിനേയും വിറ്റ് പണമാക്കുന്ന ദേവസ്വം ബോർഡ് ഈ പണം ഹിന്ദു സമുദായത്തിന് വേണ്ടോ വിശ്വാസികൾക്ക് വേണ്ടുന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യവകം. ഒന്നും തന്നെ ചെയ്യാതെ ഇതിനകത്ത് 14,500 ദേവസ്വം ബോർഡ് ജീവനക്കാർ മൃഷ്ടാന ഭോജനവും കഴിച്ച് അതിൽ നിന്ന് എടുക്കുന്ന ഈ ഓരോ വിശ്വാസിയും സമർപ്പിക്കുന്ന ദേവന് കൊടുക്കുന്ന ഓരോ സംഗതികളും മൃഷ്ടാനം കഴിച്ച് കുംഭ വീർക്കുന്നതല്ലാതെ ഭക്തജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ പ്രതിഷേധമാണ്. BJP ആണെങ്കിലും മറ്റുള്ള ഹിന്ദു ഐക്യവേദി സംഘടനകൾ ഉൾപ്പെടെ നിരവധി പേർ അവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ, ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ആ ഒരു കരിപ്രസാദം അത്രയും പ്രാധാന്യമാണ് ആ ക്ഷേത്രത്തിന്, ഗണപതി ക്ഷേത്രത്തിന്. അപ്പോൾ ഇത്തരത്തിൽ എത്രയേറെ ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം മാമൂലികൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്. ശരിക്കും ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് ഹിന്ദു വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്കറിയാം, ക്ഷേത്ര ഉത്സവങ്ങൾ പോലും നാട്ടുകാർ അവിടെ ഒരു മതം എന്നതിലപ്പുറം ഒത്തൊരുമയോടുകൂടി, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒത്തൊരുമയോടുകൂടിയാണ് ഓരോ ക്ഷേത്രങ്ങളും ഓരോ നാട്ടിൻപുറത്തിലെ ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങൾ നടത്തുന്നത്. പിരിച്ചെടുത്താണ് നടത്തുന്നത്. ദേവസ്വം ബോർഡിൻ്റെ റെസിപ്റ്റ് വാങ്ങിയിട്ട് വേണം ഈ പിരിവ് നടത്താൻ. അത് ദേവസ്വം ബോർഡിന് കൊടുക്കുകയും വേണം. ഇത്തരത്തിൽ പോലും കൊള്ളകൾ നടത്തി ഒരു നല്ല ക്ഷേത്ര ഉത്സവം പോലും ഒരു ദേവസ്വം ബോർഡിന് നടത്താതെ കുറേ ജീവനക്കാർ തിന്നു കുടിച്ച് മതിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ ഒരു ക്ഷേത്രവും നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിലെ മേൽശാന്തി ഉൾപ്പെടെ, മേൽശാന്തിയൊക്കെ എന്താണ്, എത്തരത്തിലാണ് ഇങ്ങനെ ആയത് എന്ന് അധപ്പതിക്കുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. ഗണപതി ഹോമത്തിലൂടെ കിട്ടേണ്ടുന്ന കരിപ്രസാദം വെറും കൃത്രിമമായിട്ട് നിർമ്മിക്കത്തക്ക രീതിയിലേക്ക് തരം താഴ്ന്നു പോകുന്ന മേൽശാന്തിമാർ. എന്തിനും പണം, അതാണ് ആയുധം, അതാണ് ബലം. പണം ഉണ്ടെങ്കിൽ എന്തും മാറ്റിമറിക്കാം, ഏത് വിശ്വാസത്തെയും മാറ്റിമറിക്കാം എന്നുള്ള തരത്തിലേക്ക് പോയിരിക്കുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ നിവേദ്യങ്ങളും ഓരോ ആചാര അനുഷ്ഠാനങ്ങളും പണത്തിന് മീതെ എല്ലാം മാറി മറയുന്ന ഒരു ചരിത്രമാണ് ഇപ്പോൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല വിഷയം വന്നപ്പോൾ അതിലെ യോഗദണ്ഡ് ഉൾപ്പെടെ പ്രസിഡൻറ്റിൻ്റെ മകന് നന്നാക്കാൻ കൊടുക്കുന്ന ഒരവസ്ഥ. യോഗദണ്ഡ് അല്ലെങ്കിൽ ആ ഒരു രുദ്രാക്ഷം എന്നൊക്കെ പറയുന്നത് അയ്യപ്പ ഭഗവാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന്മേൽ ചേർന്നിരിക്കുന്ന സംഗതികളാണ്. അത്രയും വിശുദ്ധിയോടെ 41 ദിവസത്തെ കഠിന വ്രതം പേറി തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തരും ആ സന്നിധിയിലെത്തുന്നത്. 41 ദിവസം എടുക്കാത്തവർ പോലും എത്ര ദിവസങ്ങൾ എടുക്കുന്നോ അത്രയും വ്രതശുദ്ധിയോടുകൂടിയാണ് എത്തുന്നത്. അത് സ്ത്രീബന്ധം ഉൾപ്പെടെ ഒഴിച്ച്, സ്ത്രീബന്ധമില്ലാണ്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കി ഇത്തരത്തിൽ കഠിനമായ വ്രതശുദ്ധിയോടെ ചിലവരൊക്കെ വെറും തറയിൽ പോലും ഇല്ലാണ്ട് കിടന്ന് ഒരു സന്യാസിയെ പോലെ ഒരു സന്യാസ ജീവിതം അനുഷ്ഠിച്ചാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അത്രയും വ്രതശുദ്ധിയോടെ ചെയ്യുന്ന പല കാര്യങ്ങളിലെയും ദ്വാരപാലക ശില്പം ഉൾപ്പെടെ പലയിടങ്ങളിൽ പ്രദർശനത്തിന് വയ്ക്കുക. യോഗദണ്ഡ് ഈ പറഞ്ഞ തന്ത്രിയുടെ മകനാണെങ്കിലും ഈ മത്സ്യമാംസാദികൾ കഴിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തന്ത്രി പരമ്പരയിൽ പെട്ടതുകൊണ്ടോ അവിടെ ശുദ്ധി ഉണ്ടാകും എന്ന് പറയുന്നിടത്താണ് തെറ്റ്. ശുദ്ധി എന്ന് പറയുന്നത് മനസ്സിനും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വ്രതത്തിലുമാണ് ശുദ്ധിയുണ്ട്. അത്തരത്തിൽ ആ ദണ്ഡ് പോലും തോന്നിയവാസം പോലെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ ആരാണ് ഇത്തരത്തിൽ കൊടുത്തത്? ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയും ഉദ്യോഗസ്ഥരെയും
അല്ലെങ്കിൽ മേൽശാന്തിമാരെയൊക്കെ കുറ്റം പറയുന്ന നമ്മുടെ സർക്കാരും ദേവസ്വം മന്ത്രിയും, ശരിക്കും ദേവസ്വം മന്ത്രിയൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ക്ഷേത്രങ്ങൾ നന്നായി നടക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഇന്ന് കൊട്ടാരക്കര, ഏറ്റുമാനൂർ, ആറന്മുള, ഹരിപ്പാട്, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലെ ഓരോ വിഷയങ്ങളും മുന്നിലേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പിടിപ്പുകേട് എന്നല്ലേ ഇതിനൊക്കെ പറയേണ്ടുന്നത്. എന്തിനാണ് ഈ ദേവസ്വം ബോർഡ്? പിരിച്ചുവിടുക തന്നെ ചെയ്യണം. തിന്നു കുടിച്ച് മതിച്ചിരിക്കുന്ന ഇവരെ എന്തിനാണ് വിശ്വാസികൾ പോറ്റേണ്ടുന്ന ആവശ്യകത വരുന്നത്? ഏതായാലും പ്രസാദമൊക്കെ തൊടുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കൃത്രിമമായിട്ട് അവിടെ ആരൊക്കെയോ പറയുന്ന കേട്ട് വെടിമരുന്നിൻ്റെ പൊടിയാണോ എന്നുള്ളത്. കൃത്രിമമായിട്ട് ഇത്തരത്തിലുള്ള പൊടികളൊക്കെ ഉണ്ടാക്കി നമ്മൾ ദേവൻ നമുക്ക് തരുന്ന ഇഷ്ടനിവേദ്യം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കഴിക്കുമ്പോഴും നെറ്റിയിൽ തൊടുമ്പോഴൊക്കെ സൂക്ഷിക്കുക. ഇതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. ഇതിനൊന്നും വലിയ ചിലവില്ല, സാമ്പത്തിക ചിലവുകൾ വലുതായിട്ട് വരുന്നത്. പക്ഷേ അതൊക്കെ ശുദ്ധിയോടെ ചെയ്യാൻ ഇവർക്കൊന്നും വയ്യ. കാരണം ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ തന്ത്രിമാർക്കുൾപ്പെടെ എങ്ങനെയെങ്കിലുമൊക്കെ ചില പൂജകളൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടണം. അതിലൊരു അർപ്പണ ബോധവും ആത്മവിശ്വാസവും വേണമല്ലോ. ദേവസ്വം ബോർഡ് ജീവനക്കാർക്കൊക്കെ മാസം വരുന്ന ശമ്പളത്തിന്മേൽ മാത്രമല്ലേ കണക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഭഗവാന് അർപ്പിക്കുന്ന, വിശ്വാസികൾ അർപ്പിക്കുന്ന തുട്ടിന്മേൽ മാത്രമേ അവർക്കൊക്കെ താല്പര്യമുള്ളൂ. അല്ലാതെ ഭഗവാന് ഇഷ്ടനിവേദ്യം നൽകണം, അല്ലെങ്കിൽ വരുന്ന ഭക്തർക്ക് അത് ശുദ്ധിയോടെ നൽകണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വ്രതശുദ്ധിയോടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇന്ന് ആ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ തന്നെ 1-2 പേര് പറയുന്ന കേട്ടോ, ഒരു CAT പ്രവർത്തനമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന്. കാരണം ഇത്തരത്തിൽ CPMകാർക്ക് അത്തരത്തിൽ ഭഗവാനോടൊന്നും വലിയ താല്പര്യം. ഏതായാലും അയ്യപ്പനെ ഇട്ട് ഞോണ്ടിയത് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നുള്ളത് കണ്ടറിയാം. ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം ഇത്രയും നാൾ ഉപയോഗിച്ച ഭക്തരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഗണപതിയെ നീ തന്നെ നിന്നെ കാത്തോളണേ എന്നല്ലാതെ എന്തു പറയാം.